ചില യാത്രകൾ മനുഷ്യരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള കോർ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിലുള്ളൊരു യാത്രയുടെ കുറച്ച് വിഷ്വൽസാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ഉംറ ചെയ്യാന്നുള്ളത് ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ ആ ആഗ്രഹത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനിന്ന്. മറ്റുള്ള ട്രിപ്പുകൾ പോലെയല്ല, ഉംറയ്ക്ക് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ സംരക്ഷിക്കേണ്ട ആളുകളൊക്കെ കൃത്യമായ ഇടങ്ങളിൽ സെറ്റിലാക്കിയതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. സോ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല. അവരൊക്കെ കൃത്യമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ യാത്ര നടത്തുന്നത്. സ്കൂൾ വെക്കേഷൻ സമയമാണ്, എക്സാംസൊക്കെ കഴിഞ്ഞു, കുട്ടികളുടെ പേപ്പർ വാല്യൂഷനൊക്കെ കഴിഞ്ഞു, മാർക്കൊക്കെ നമ്മൾ സ്കോർ ഐറ്റിയിൽ എൻട്രി ചെയ്തു. എല്ലാം ഫ്രീ ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് ടൈമായിരുന്നു എനിക്ക് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കൊച്ചി ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ജിദ്ദ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ആൻഡ് ഒരു 6 hours ഹൈദരാബാദിൽ ലേ ഓവർ ഉണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളതാണ് ലേ ഓവേഴ്സ് എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആ ഒരു 6 hours ലേ ഓവറിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൊച്ചി എത്തി, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. അവിടെ കയറുന്ന സമയത്താണ് നമ്മൾ ഏറെക്കുറെ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും കാണുന്നത്. എല്ലാവർക്കും മുമ്പേ ആകുമ്പോൾ അവർക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈമിൽ ഓടിക്കയറിയ ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ളൊരു ക്ലാസ്സോ കൂടെ യാത്ര ചെയ്യുന്നത് ആരൊക്കെയാണെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദിച്ചത് കൂടെ ആരാ ഉള്ളതെന്ന് ചോദിക്കും. എനിക്ക് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ ഗ്രൂപ്പിലേക്ക് എൻട്രി ചെയ്തു. അതിനുശേഷം അതിലൊരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റി. നമ്മളെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉമ്മമാരെ പോലെ തന്നെ കെയർ ചെയ്യുന്ന ഒരുപാട് വയനാട്ടിൽ നിന്നുള്ള കുറേ ഉമ്മമാരുണ്ടായിരുന്നു. പാലക്കാട് നിന്നുള്ള കുറച്ച് തമിഴ് സ്ലാങ്ങൊക്കെ ഉള്ള കുറേ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ പല ആളുകളെയും നമുക്കൊക്കെ നമ്മുടെ വല്യമ്മയുടെ പ്രായമുള്ള ആളുകളുടെ, എൻ്റെ മദർ ഇൻ ലോൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ പല സമയത്തും നമ്മൾ അവരുടെ ഒരു ഗ്രാൻഡ് ഡോട്ടറിൻ്റെ പോലെയായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും അപ്രോച്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയം നമ്മൾ അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതും ഭയങ്കര ഒരു റിലാക്സേഷനായിരുന്നു ആ യാത്രയിൽ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയം ലാസ്റ്റ് നോമ്പ് 29-നായിരുന്നു. അപ്പോൾ നോമ്പുകാരായിട്ടാണ് ഞങ്ങളൊക്കെ യാത്രയിൽ എൻട്രി ചെയ്തത്. കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമാണ് നോമ്പ് എടുക്കാതെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ആളുകളും നോമ്പുകാരായിട്ടായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങി അവിടുന്ന് എയർ ബസ്സിൽ കയറിയിട്ട് എയർപോർട്ടിൽ പോകുന്ന കുറച്ച് രംഗങ്ങളാണിത്. ഏകദേശം ഒരു 110 ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ഫ്ലൈറ്റായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ സെക്കൻഡ് ഫ്ലൈറ്റ്, ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം നമ്മളുടെ ഇന്ത്യൻ സമയം ഒരു 11:30 ദെൻ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഹൈദരാബാദിലെത്തുന്നത് 4 മണിക്കാണ്. ആ സമയം കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ലേ ഓവർ ഉണ്ടായിരുന്നത്. 2 ടീമും കൂടെ പിന്നീട് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. നമ്മളെ ഡ്രൈവേഴ്സാണ് പോകുന്നത് കേട്ടോ, വിച്ച് മീൻസ് പൈലറ്റ്സ്, അവരാണല്ലോ ഡ്രൈവേഴ്സ്. അങ്ങനെ അത്യാവശ്യം വലിയൊരു എയർപോർട്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം റഷൊന്നുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു എയർപോർട്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോയ സമയത്ത് നിന്ന് എടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഉമ്മമാരും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ ആളുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അതേപോലെ ഇവിടുന്നാണ് നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് ഉംറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവണം. അതുപോലെ നിസ്കാരങ്ങളൊക്കെ എല്ലാവർക്കും ബാക്കിയുണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. യാത്ര ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉസ്താദ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നോമ്പായതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇരുന്നു. മഗ്‌രിബിക്ക് ശേഷമാണ് ഇഹ്റാം ചെയ്യുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. നോമ്പായതുകൊണ്ട് ആർക്കും വേറൊന്നും ചെയ്യാനില്ലല്ലോ.
ദെൻ എല്ലാവരും എയർപോർട്ടിൻ്റെ പുറം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര വലിയ ആളുകളായാലും ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര കുട്ടികൾ അത്ര കൗതുകത്തോടെ കണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഈ ടേക്ക് ഓഫ്. അത് ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ദൂരെ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ പലരും അടുത്ത് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. താഴെ ലഗേജുകൾ കൊണ്ടുപോകുന്നതും ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ്സ് ഗ്യാപ്പിട്ട് ഇങ്ങനെ ഉയരുന്നതൊക്കെ ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയാണ്. കുറേ വിമാനങ്ങൾ വന്ന് നിൽക്കുന്നു, അതിൻ്റെ മേലെ കൂടെ അടുത്തത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉമ്മമാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുക. ആ സമയത്ത് ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് വന്നപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ടീമാണോ വന്നിരിക്കുന്നത്. പക്ഷെ അവരിതിലല്ലായിരുന്നു കേട്ടോ. അവർ പിന്നെയും കുറേ ഡിലേ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ 6 hours ലേ ഓവർ ഏകദേശം 7 and 7.5 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും കിട്ടുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവർ ഗ്ലാസ്സസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഫ്ലൈറ്റിൻ്റെ എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരാൾ ഫ്രണ്ട് നമ്മുടെ കോക്പിറ്റിൻ്റെ ഭാഗത്തുള്ള ഗ്ലാസ്സസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു. ഇവർ തന്നെയാവും ചിലപ്പോൾ നമ്മളുടെ വിൻഡോ ഭാഗത്തെ ഗ്ലാസ്സസ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും എപ്പോഴും കയറുന്ന ഫ്ലൈറ്റിൻ്റെയൊക്കെ വിൻഡോസ് നല്ല ക്ലീൻ ആവണേ, എങ്കിൽ മാത്രമേ നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാനും നമുക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു യാത്ര പുറപ്പെടുമ്പോൾ ക്ലീൻ ആവണേ എന്നുള്ളത്. ഏറെക്കുറെ ക്ലീൻ ആയിരുന്നു, പക്ഷേ അത്രക്ക് ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഞാൻ കയറിയ ഫ്ലൈറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വിഷ്വൽസിലൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു മങ്ങലും വരും. ഏറെക്കുറെ ഈ സമയം ആയപ്പോഴേക്കും നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു. ട്രാവൽസ് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫുഡ് കിട്ടിയിട്ടില്ല. ഹൈദരാബാദിൽ നിന്നാണ് തരിക എന്ന് പറഞ്ഞു. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് കയറ്റാൻ പറ്റില്ല എന്നുള്ള കുറേ റൂൾസൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരുടെ കയ്യിലും കുറച്ചൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഉമ്മ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ പാക്ക് ചെയ്ത് തന്നതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ കയ്യിലെ ഭക്ഷണമൊക്കെ എടുത്ത് സഹകരിച്ചിട്ട്, നമ്മൾ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അവനവൻ്റെ ഫുഡൊക്കെ എടുത്ത് നോമ്പ് തുറന്നു. ആ സമയത്താണ് ഞങ്ങൾ ചിന്തിച്ചത് എന്തുകൊണ്ട് ലോഞ്ച് ഉപയോഗിച്ചുകൂടാ. സോ നമ്മൾ ലോഞ്ച് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ കുറേ കറങ്ങി. പക്ഷേ കറങ്ങിയ സമയമായപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള സമയമായി. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. നെക്സ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ജിദ്ദയാണ്. ഏറെക്കുറെ ഇവിടെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നത് ഒരുപാട് ബംഗാളികൾ ഇരുന്ന സ്ഥലത്ത്, ബംഗാളികളായിട്ടുള്ള തൊഴിലാളികൾ ജിദ്ദയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലാണ് ഞാനിരുന്നത്. ഞാൻ ശരിക്കും പുലിവാൽ കല്യാണത്തിൽ ജഗതി ഇരിക്കുന്ന പോലെ ഇങ്ങനെ ചൂടിയിരിക്കുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവരുടെ കൂട്ടത്തിലാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ അല്ലാന്ന് പറഞ്ഞ ഉടനെ അവർ വേഗം എന്നെ എക്സിറ്റിൻ്റെ ഭാഗത്തുള്ള സീറ്റിലേക്ക് കൊണ്ടുപോയി. ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാലൊക്കെ കുറച്ച് വലുതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലെഗ് സ്പേസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ നമ്മുടെ ഹൈദരാബാദ് ഫ്ലൈറ്റിൽ നമുക്ക് ലെഗ് സ്പേസ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇവിടെ എക്സിറ്റിൻ്റെ സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. സോ ഭയങ്കര റിലാക്സ് ചെയ്ത്, എക്സിറ്റിൻ്റെ സീറ്റിൽ വേറെ കുഞ്ഞുങ്ങളൊന്നും ഇരുത്തൂല. അപ്പോൾ ആ 3 സീറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാലൊക്കെ നീട്ടി വെച്ചിട്ട് നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കത്തിന് അവിടെ സമയം കിട്ടി. ഈ നൈറ്റ് ഫ്ലൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അതിൻ്റെ ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാങ്ക് ആവും, കംപ്ലീറ്റ് ഒരു ഡാർക്ക് ആവും, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കവിടെ ഉറങ്ങുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഓട്ടത്തിലായതുകൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. പക്ഷേ ലക്ലി എനിക്ക് ആ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ കാലൊക്കെ നീട്ടി വെച്ചിട്ടും കുറേ ചെരിഞ്ഞിട്ടും, ഫ്ലൈറ്റിൽ ഉറക്കം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ എക്കോണമി ക്ലാസ്സിലൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാനാണെങ്കിൽ നെക്ക് പില്ലോ ഒന്നും കരുതിയിട്ടുമില്ല. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. എന്നാലും മറ്റുള്ള ആളുകൾ ട്രാവൽ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. രാത്രിയുടെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം. പക്ഷേ ഇവിടെയും നിങ്ങൾക്ക് കാണാം വിൻഡോ അത്ര ക്ലിയർ അല്ല. എന്നിരുന്നാലും ഓക്കെയാണ്. നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് പിന്നെയും ഹൈറ്റിലോട്ട് കയറുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും അവൈലബിൾ അല്ല.
ഇനി ഇവിടെ ഉറക്കം എന്നല്ലാതെ നമുക്കൊരു എന്താ പറയുക ഓപ്ഷനില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് നോക്കും, എന്തെങ്കിലും കാണുന്നുണ്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആകുമ്പോൾ നമ്മളെ ഫോണിൽ സമയമൊക്കെ മാറുന്നത് കാണാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. നമ്മൾ കുറേ നേരത്തെ ഡാർക്ക്നെസ്സിന് ശേഷം നമ്മൾ ഒമാൻ്റെ മുകളിലൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഫോണിലെ സമയം മാറും. പിന്നെ നമ്മൾ സൗദി ബോർഡറിലെത്തുമ്പോൾ നമ്മളെ ഫോണിൻ്റെ സമയം മാറും. അപ്പോൾ അത്തരം കാഴ്ചകൾ എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് നമ്മൾ യാത്രയിൽ ഉറങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക നമ്മൾ എങ്ങനെയാണത് കാണുക. ചിലപ്പോൾ ലൈഫിൽ നമ്മൾ ഒരു വട്ടം മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന യാത്രകളാവും പലതും. അപ്പോൾ അവിടെ ഇതെങ്ങനെയാകും ആ രാജ്യത്തിൻ്റെ മുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു കൗതുകം എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ നാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ജനലിലൂടെ നോക്കും, വിഷ്വൽസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്യാപ്ചർ ചെയ്യും, വീണ്ടും നമ്മൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. അങ്ങനെയായിരുന്നു യാത്ര മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ജിദ്ദയിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ആളുകൾ പാസ്പോർട്ട് മറന്നു വെക്കുന്നു, ലഗേജ് കാണാനില്ലാണ്ടാകുന്നു, ഹാൻഡ് ബാഗ് മിസ്സാകുന്നു, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഏറെക്കുറെ ശാന്തമാണ്. ലഗേജൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് ജിദ്ദ ടു മക്ക ഞങ്ങൾക്ക് ബസ്സാണ് ഉണ്ടായിരുന്നത്. ബസ്സിൽ കയറിയതും പിന്നെ വേഗത്തിൽ ഉറങ്ങി. ദെൻ കണ്ണ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന സമയത്ത് മക്ക എത്തിയോ എന്ന് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ഈ നോക്കുന്ന സമയത്ത് ക്ലോക്ക് ടവർ ഇങ്ങനെ കാണും പല സ്ഥലത്തുമായിട്ട്. ദെൻ പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ സമയത്ത് കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന വിഷ്വൽ ഹറമിൻ്റെ വിഷ്വലാണ്. നമ്മൾ പല ചിത്രങ്ങളിലും കണ്ട് പലതരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അവിടെ എത്തി അത് നേരിട്ട് കണ്ടപ്പെട്ട ഒരു ഫീല് പറയാതിരിക്കാൻ വയ്യ. മക്കയിൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് നൗഷാദും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി ഞാൻ എത്തിയപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന് ആദ്യത്തെ ഒരു ഉംറയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ശരിക്കും മീറ്റ് ചെയ്യുന്നത്. ദെൻ ഈവനിങ് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. റൂമിലൊക്കെ എത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അസർ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് ഒരുമിച്ചിട്ട് ഹറമിലോട്ട് പോകുന്നത്. ഈ പോകുന്ന സമയത്ത് അവിടെ ഒരു ഈജിപ്ഷ്യൻ സ്ത്രീ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു അവരുടെ കൾച്ചർ. അവരാരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ ആ വീൽ ചെയർ തള്ളി അവരെന്ത് ചെയ്യണം, ഹറമിലാക്കി കൊടുക്കണം. അത് ജസ്റ്റ് അവർ ചെയ്യുന്ന ഒരു സേവനം പോലെ. ഈ വഴിയിലൊക്കെ ഈ ഒരു നീല ബാഗിൽ സംസം കളക്ട് ചെയ്യാനുള്ള ബാഗുകളാണ്. 5 റിയാൽ എന്തോ തോന്നുന്നു അതിന് വില. ആളുകളൊക്കെ അങ്ങനെ നിയർ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ വാങ്ങി സംസമൊക്കെ നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ സമയത്തൊന്നും ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. ഫോണൊക്കെ ബാഗിൽ വെക്കാറാണ്. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളീനെയും കൂട്ടിയിട്ട് ഇറങ്ങും ഒരു വിഷ്വൽസൊക്കെ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞങ്ങളിത് പോകുന്ന വഴിയാണിത്. അങ്ങനെ അന്നത്തെ ഇഷാ നിസ്കാരം നമുക്ക് മത്താഫിൽ തന്നെ കിട്ടി. കഅബക്ക് അഭിമുഖമായിട്ട് നിന്ന് നിസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഏറെക്കുറെ ഇത് നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഉംറ ചെയ്ത അന്നത്തെ ആ ഡേയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട്, നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന പോലെയല്ല, അവിടേക്ക് എത്തിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിവോഷൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എറോസ് ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ രണ്ടാമത്തെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് ആയിഷ പള്ളിയിൽ പോകാൻ റെഡിയായിരിക്കുകയാണ്. ഈ ഉംറയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ആദ്യത്തെ ഒരുമിച്ചിട്ടുള്ള ഉംറ. സോ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെയാണ് വന്നത്. മൂപ്പരുടെ ഇഹ്റാമിൻ്റെ തുണിയൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടീമിലുള്ള ഏറെക്കുറെ എല്ലാ ആളുകളും അവർ റൂമിൽ നിന്ന് തന്നെ പിന്നെ ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പുള്ളി അവിടെ വന്നിട്ടാണ് ചേഞ്ച് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സൗദി അറേബ്യയുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുകയാണ്, മക്കയുടെ ബോർഡറിലൂടെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതും ഭയങ്കര രസമുള്ള കാഴ്ചകളായിരുന്നു. ഇതാണ് ആയിഷ പള്ളി. ആയിഷ പള്ളിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഉംറ ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് പീരിയഡ്സ് ആവുകയും ഉംറ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ പീരിയഡ്സിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടുന്ന് ഈ ഒരു പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്തതിന് ശേഷമാണ് മക്കത്തേട്ട് ഹറമിലോട്ട് ചെന്നത് എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ആയിഷ പള്ളി എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ എത്തി. ഇവിടെ കണ്ടോ, ഹറം സ്റ്റാർട്ട് ഹിയർ ആൻഡ് ഹറം എൻഡ് ഹിയർ. ഹറം തുടങ്ങുന്നതും ഇതിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെ നിന്നിട്ട് ഹറം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഹറമിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. അപ്പോൾ ഹറമിൻ്റെ ബോർഡർ കഴിഞ്ഞ ആ പോയിന്റിലാണ് ഈ ആയിഷ പള്ളി ഉള്ളത്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മോസ്ക് ഇൻ മക്ക. ആൻഡ് അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ
പള്ളീൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ട് ക്വൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ പള്ളികൾ. സോ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരുന്നു. എല്ലാവരും മിഹ്റാം ചെയ്ത് ലബ്ബൈക്കൊക്കെ ചൊല്ലി ബസ്സിൽ കയറി. ഇപ്രാവശ്യം നമ്മളെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും നമ്മൾ ഹറം എന്നുള്ള ഒരു വിഷ്വൽ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ക്ലോക്ക് ടവർ. അല്ലെങ്കിൽ ഹറം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എല്ലാവരുടെ മനസ്സിലും ആദ്യം വരെ ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് ടവർ ഒരു മൾട്ടി സ്റ്റാർ ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങി ആ ഭാഗത്ത് ടോയ്ലറ്റിൽ പോകേണ്ട ആളുകളൊക്കെ ടോയ്ലറ്റിൽ പോയി വീണ്ടും നമ്മൾ ഉളവൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കയറുന്ന അല്ലെങ്കിൽ ഹറമിലേക്ക് ഒരാൾ ആദ്യമായിട്ട് കയറുന്നത് ബാബുസലാം ഗേറ്റിലൂടെ വേണമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കയറുന്നത് മെയിൻ ഗേറ്റ്, ഞാൻ മനസ്സിലാക്കിയത് അതൊരു മെയിൻ ഗേറ്റ് ആണ് എന്നുള്ളതാണ്. ടോയ്ലറ്റ് നമ്പർ 3ൻ്റെ അവിടെയുള്ള ഒരു ഗേറ്റ് പോയ ആളുകൾക്കൊക്കെ ഏറെക്കുറെ അത് മനസ്സിലാകും. ആ ഒരു ഗേറ്റിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. എനിക്കറിയില്ല അത് കറക്റ്റാണോ ഞാൻ പറയുന്നത് എന്നുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അതിലൂടെ എൻ്റർ ചെയ്തു. ആദ്യത്തെ നമ്മൾ കാബൻ തവാഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു, സഅയിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് ഉസ്താദ് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് നിന്ന് വന്ന ഒരാൾ അവിടുത്തെ ട്രെയിന് പൊട്ടി വീണ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു വണ്ടിയൊന്നും പ്രവേശിക്കില്ല എന്ന് തോന്നും. പക്ഷേ അന്ന് ആ ഒരു ആക്സിഡൻറ്റ് നടന്ന മൊമെൻറ്റിൽ അവിടെ ഒരുപാട് ഫയർഫോഴ്സും അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളൊക്കെ വന്ന് അത് ക്ലീൻ ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഉസ്താദ് ആ വിഷ്വൽ കാണിച്ചു തരികയാണ്, ഇങ്ങനെയൊക്കെയാണ് അന്ന് നടന്നത് എന്നുള്ളത് പുള്ളി ഫോണിൽ അതൊക്കെ കാണിച്ചു തന്നു. നമ്മൾ യാത്ര തിരിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയും അവിടെ ഇന്ന സാധനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ മദറിലോ പറഞ്ഞത് ഈ ഒരു സഫ മർവ കുന്നുകളൊക്കെയാണ്. അപ്പോൾ ഇപ്പം അതൊക്കെ അത്യാവശ്യം ഒരാളെക്കാട്ടിലും ഉയരത്തിൽ ചില്ലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അന്നത്തെ ഉംറയൊക്കെ നമ്മൾ തീർത്തു. അസർ നിസ്കാരത്തിന് വീണ്ടും ഞങ്ങൾ പള്ളിയിലോട്ട് പോന്നു. ഇപ്പോൾ ഉംറ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉംറ പാക്കേജിൽ നമ്മൾ പോകുമ്പോൾ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ബെറ്റർ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഹറമിലാണ്. ഹറമിലാവണമെന്ന് തന്നെയാണ് നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം, ആ പ്രഷ്യസ് ആയിട്ടുള്ള ദിവസങ്ങൾ അവിടെ തന്നെ ചിലവാക്കണം. ഇന്ന് ഇശാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഹറമിലെ പള്ളിയിലാണ് ചെന്നത്. നമ്മളവിടെ മത്താഫ് ഉണ്ടാകും, സഫ മർവ സഅയിൻ്റെ സ്ഥലങ്ങൾ. ഇപ്രാവശ്യം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ ഭാഗത്താണ് ചെന്നത്. അപ്പോൾ ഈ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ഭയങ്കര കൗതുകമാകും. അതിൻ്റെ ലൈറ്റ്സും ഇൻറ്റീരിയറും അതുപോലെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഡിവോഷനൊക്കെ കാണുമ്പോൾ വി ആർ റിയലി ഇൻസ്പയറിങ്. ആളുകൾ അതുമാതിരി ചെറിയ കുട്ടികളൊക്കെ നിസ്കാരത്തെ ഹാൻഡിൽ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചൊരു വിഷയം അത് ഭയങ്കര ഈസി ആയിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട്. അതേപോലെ പല കൾച്ചറിലുള്ള ആളുകൾ പല രീതിയിൽ നിസ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഫോമുകളും അവിടെ കാണും. അപ്പോൾ ഞാൻ പോരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള വിശ്വാസങ്ങൾ കാണും, പക്ഷെ നമ്മൾ വി ആർ സ്റ്റിക്ക് ഓൺ വാട്ട് അവർ ബിലീഫ്, അതിൽ ഉറച്ചു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഡേത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇന്നത്തെ നമ്മളെ യാത്രയിൽ പ്രധാനമായിട്ടും സൈറ്റ് സീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഹ്റാം കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ. സോ ഇന്ന് പോകുന്നത് ഹജ്ജ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആളുകൾ പോകുന്ന സ്ഥലങ്ങൾ, അതേപോലെ അവർ എന്താ പറയുക അറഫയിൽ തമ്പി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉസ്താദ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണും. നമ്മളെ മനുഷ്യൻ്റെ ഒരു പ്രകൃതം അനുസരിച്ചിട്ട് നമ്മൾ ഓർമ്മയിൽ നിന്ന് അത് വളരെ പെട്ടെന്ന് മാഞ്ഞു പോകും. ഏറെക്കുറെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകുക ഹറം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ബാക്കിയുള്ള ഇത്തരം യാത്രകൾ പലതും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഉസ്താദ് പ്രത്യേകം ഓർമ്മ കിട്ടാൻ വേണ്ടിയുള്ള ദുആയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തിനാണ് ചെയ്തതെന്ന് ഇപ്പോൾ ഞാനിത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളും എനിക്ക് തന്നെ പെട്ടെന്ന് അതിൻ്റെ പേരുകളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആൻഡ് ഈ ഒരു യാത്രയിലാണ് നമ്മളിങ്ങനെ സൗദി അറേബ്യ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ ക്ലോക്ക് ടവർ, പല ഭാഗത്തു നിന്നും ക്ലോക്ക് ടവറിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.
സൗദി അറേബ്യയ്ക്ക് ഞാൻ കണ്ടൊരു കളറ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ പോലത്തെ ഒരു കളറ്, ഒരു യെല്ലോ അല്ലെങ്കിൽ നമ്മളൊരു ക്രീം കളർ എന്നൊക്കെ പറയുമല്ലേ, നമ്മൾ വീട്ടിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന അത്തരത്തിലുള്ളൊരു കളറാണ് സൗദി അറേബ്യയ്ക്ക്. മേ ബി ഞാൻ ആദ്യമായിട്ടാണ് ആ രാജ്യം സന്ദർശിക്കുന്നത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പലർക്കും പല വിഷ്വൽസ് ആണല്ലോ, എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഈ നല്ല പച്ചപ്പുള്ള സ്ഥലത്തു നിന്നൊക്കെ പോയിട്ട് നിറയെ കുന്നുകൾ, ഈ മക്കയുടെ ബോർഡറുകൾ അങ്ങനെയാണ്, ചുറ്റുപാട് മലകളുള്ള ഒരു ഏരിയ. ഈ മലകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് മദ്രസകളിലൊക്കെ പഠിച്ച പല ഹിസ്റ്ററിയും ഇവിടെയാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൗതുകം തോന്നും. നമ്മൾ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സൗർ ഗുഹ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ സൗർ ഗുഹ, നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഇവർ രണ്ടുപേരും കൂടെ ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്ന ഒരു ഗുഹയുണ്ട് അവിടെ. പിന്നെ അവരുടെ ചിലന്തി വല കെട്ടി അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്ത കഥകളൊക്കെ അറിയാം. അപ്പോൾ അവിടെ ആ ഒരു ഗുഹനെ അല്ലെങ്കിൽ ആ ഒരു ഗുഹ നിൽക്കുന്ന മലേനെ നമ്മൾ ദൂരത്തുനിന്ന് വിഷ്വൽ ചെയ്യാണ്. ആൻഡ് ഉസ്താദ് നമ്മളോട് പറഞ്ഞു നെക്സ്റ്റ് ഒരു ഡേ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും സൗർ ഗുഹ കയറും, എല്ലാവരും റെഡി ആവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഗുഹ കാണുന്ന അല്ലെങ്കിൽ ദൂരെ നിന്ന് അതിൻ്റെ വിഷ്വലൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ദുആ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോവാണ്. നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ പല സ്വഭാവത്തിലുള്ള ആളുകളാവാം, പല കൾച്ചറുള്ള ആളുകളാവാം. അവരെ കൂടെയൊക്കെ നമുക്ക് മിങ്കിൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. എൻ്റെ യാത്രയിൽ കൂടുതലുള്ളതൊക്കെ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ഷമ അത്യാവശ്യത്തിലധികം വേണ്ടിയിരുന്നു. എന്നാൽ അതേപോലെ തന്നെയുള്ളൊരു സംഭവമാണ്, അവർ നന്നായിട്ട് ഭക്ഷണം കയ്യിൽ വെക്കും, എന്നിട്ട് അവർ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും, കഴിച്ചോ മോളെ. അതും അതിൻ്റെ ഒരു രസമുള്ളൊരു ഭാഗം തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കാണാൻ പോയത് മുസ്തലിഫയായിരുന്നു. ഹജ്ജിൻ്റെ സീസൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ടി വിയിലൊക്കെ ഇതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഗൂസ് ബംസ് വരും. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്നതും ഗൂസ് ബംസ് ആണ്. കൗതുകത്തിലധികം ഗൂസ് ബംസ് ആയിരുന്നു. കാരണം നമുക്കിങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ കണ്ട് അതല്ലെങ്കിൽ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടില്ല ഓരോ കാര്യങ്ങൾ നമ്മളെ കണ്ണിലിങ്ങനെ കാണുമ്പോൾ, പിന്നെ അതേപോലെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. പലതും ആ ഇമാജിനേഷനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു എൻ്റെ മുന്നിലൂടെ വന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതവിടുത്തെ ഹാജിമാരൊക്കെ വന്നു പോകുന്ന ഒരു പള്ളിയാണ് ഇത്. പോകുന്ന വഴിയിലുള്ള ചരിത്ര പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ കുറിച്ചിട്ട് ഉസ്താദ് ഭയങ്കര ഡീറ്റെയിലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് മിനയിലെ ടെൻറ്റുകളുടെ ആ ഭാഗത്താണ്. അപ്പോൾ ഈ ടെൻറ്റുകളൊക്കെ ഞങ്ങൾ പോയത് ഉംറ സീസണിൻ്റെ ഏറ്റവും ലാസ്റ്റും ഹജ്ജിൻ്റെ സീസൺ ഞങ്ങൾ അവസാനം തിരിച്ചു പോരുന്നതോട് കൂടിയിട്ട് ഹജ്ജ് ആളുകൾ മക്കത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെൻറ്റുകളൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴും അവിടെയൊക്കെ ജോലിക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഏരിയകളൊക്കെ കുറച്ചും കൂടെ വിജനമാണ്, അധികം ആളുകളൊന്നുമില്ലാത്ത ഏരിയയാണ്. ഇനി ഹജ്ജിൻ്റെ സീസണിൽ ഇവിടെയാണത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഈ കാഴ്ചകളൊക്കെ. ആ കാണുന്ന ചെറിയ കെട്ടുപോലുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ സ്ഥലത്താണ് ഇസ്മായിൽ നബീനെ അറക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി കിടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വലിയ ചരിത്രപ്രധാനമായിട്ടുള്ള സംഭവത്തിൻ്റെ ബേസിലാണ് ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത്. കണ്ണെത്താ ദൂരം വരെ രണ്ട് ഭാഗത്തേക്ക് നോക്കി ഒരു നിരക്കും തീ പിടിക്കാത്ത ടെന്റുകളാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ ഒരു നാൾ ഹജ്ജ്
അറഫയുടെ ഭാഗമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഇത് വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അപ്പം അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട്, ഇതിവിടെ ശരിക്കും അർജൻറ്റീനയോ അല്ലെങ്കിൽ ബ്രസീലൊന്നുമല്ല, സൗദി അറേബ്യയിൽ ഹജ്ജിന് ആളുകൾ വരുന്നതിനോടടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിലകൊള്ളുന്നത് എന്നുള്ളത്. ഇത് ഒരു നമ്മൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യൻ്റെ ടൂറിസം വളർന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ മതവിശ്വാസികളുടെ ഇടയിൽ ഈ മിനയുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു തമ്പുകളുടെ അടുത്ത് ഇത് വേണോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉണ്ടായിരുന്നു. ആ കാണുന്നതൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന വലിയ വലിയ ടാങ്കുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളമൊക്കെ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഏകദേശം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ സൈറ്റ് സീയിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു അസറിൻ്റെ സമയമൊക്കെ അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മൾ തിരിച്ച് ഹറമിലോട്ട് തന്നെ എത്തി. പിന്നെ അസർ നിസ്കാരവും മാരിബും കഴിഞ്ഞ് ഇഷാവിൻ്റെ സ്ഥലം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോയത്.